എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വടയാണ് കേട്ടോ. സ്വീറ്റ് കോൺ വെച്ചിട്ട് ഒരു നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള വട. അപ്പോൾ അതിനാവശ്യമുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് സ്വീറ്റ് കോൺ വേണം കേട്ടോ. ഇത് ഞാൻ ഒരു സ്വീറ്റ് കോൺ ആണ് എടുത്തത്. അത് എടുത്ത് നന്നായി കഴുകി വെള്ളമൊട്ടും ഇല്ലാതെ വാല വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവോള, അത് ഒരെണ്ണം എടുത്തിരിക്കുന്നത് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായി അരിഞ്ഞിട്ട് എടുക്കുക. ഉപ്പ് ആവശ്യത്തിന്, ചതച്ച മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിടുക, അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇടണം. പിന്നെ വേണ്ടത് 1-2 സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കണേ. ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ചതച്ചെടുക്കാം. അറിയാൻ പാടില്ല, ചതച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് നമ്മുടെ സ്വീറ്റ് കോൺ കണ്ട ഒട്ടും വെള്ളമില്ല, അതൊന്ന് ചതച്ചെടുത്ത് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണ വെള്ളം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോള, ഈ മിക്സിയിൽ അങ്ങനെ തന്നെ ചേർത്തോ, കുഴപ്പമില്ല. ഉപ്പ് ഇത്ര വേണ്ടി വരും. ഇതിലെല്ലാം ചേർത്ത് കിട്ടാം. ഞാൻ സ്പൂൺ എടുത്തത് കുറച്ച് എരിവ് കൂടുതലുണ്ട്, അതാണ് ഞാൻ സ്പൂൺ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഒരു 2 സ്പൂൺ ചേർക്കേണ്ടി വരും തോന്നുന്നു. 1 സ്പൂൺ ചേർത്തു, 2 സ്പൂൺ. നമുക്കത് കുഴയ്ക്കുമ്പോൾ നമുക്കറിയാം ഇത് ഏകദേശം പരുവെന്ന് പറയുന്നത് നമ്മുടെ ഇതില്ലേ പരിപ്പ് വടയുടെ ആ പരുവാണ്. ഏകദേശം ഇനി നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് ജസ്റ്റ് ഒന്ന് നാമോ വെച്ച് നോക്കിക്കോ കേട്ടോ. ഉപ്പുണ്ട്, ഇത് മതി. ഇതാണ് ഇതിൻ്റെ പാകം. കുറച്ചും കൂടി ഹാർഡ് വേണമെങ്കിൽ ആക്കാം കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാൻ തോന്നുന്നു. വെള്ളത്തിൻ്റെ അംശം നന്നായി ഉണ്ട് ഇതിൽ സ്വീറ്റ് കോണിൽ. 1 സ്പൂണും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. വേണ്ട, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് അങ്ങോട്ട് കോരിയാൽ മതി, വറുത്ത് കോരിയാൽ മതി. എണ്ണ ദേ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മിക്സ് കൈകൊണ്ട് എടുക്കുക, ജസ്റ്റ് പരത്തുക, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര മാത്രം മതി. ആദ്യത്തെ ഓടിട്ടത് വെള്ളം കൂടിപ്പോയി ഗൈസ്. എന്താ ആകെ പരന്നുപോയി. ആദ്യത്തെ ഓട് ഫ്ലോപ്പായി ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി അരിപ്പൊടി ആട്ടെ, ജസ്റ്റ് കൈ കൊണ്ടൊന്നല്ല സ്പൂൺ കൊണ്ട് തന്നെ ഇടണം. നല്ല സ്പൈസി ആയി തന്നെ, കുഴപ്പമില്ല തോന്നുന്നുണ്ട്. നന്നായി മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്വീറ്റ് കോൺ വട തയ്യാറായിട്ടുണ്ട്.